ഹലോ ഗൈസ്, നമ്മൾ 5ാം പാർട്ടിൻ്റെ ബാക്കി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5-1 ഗൈസ്. നമ്മൾ ബാക്കി കാണിക്കാമെന്ന് പറഞ്ഞു ഗൈസ്. ബാക്കി ഇതാ കാണിച്ചുതരാം ഗൈസ്. ഗൈസ്, ഇതാണ് 5ാം പാർട്ടിൻ്റെ ബാക്കി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗൈസ്. ഇവിടുന്ന് ഗൈസ് ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടും ഗൈസ്. ഇവിടുന്ന് ഒരു റിവെഞ്ച് കൊടുക്കും ഗൈസ്. ഗൈസ് പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇവിടുന്ന് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ അവരിൽ ഒരു പടക്ക ഗണ്ണ്, എന്താണ് അതിന്, പൊട്ടാസോ എന്തൊരു പേരുണ്ട് അതിന്, ആ ഗണ്ണ് അവർ വിളിച്ചിരുന്ന പേരോ ആ പേര്, ആ ഗണ്ണിട്ട് അതിനൊരു ഹെഡ് ഷോട്ടും കാര്യങ്ങളും അടിച്ചു ഗൈസ്. കയറി ചെന്നപ്പോൾ അടിച്ചു ഗൈസ്. കണ്ടോ ഗൈസ്. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ്, ആ ബ്രോ പറഞ്ഞൊരു സംഭവം കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ടാ കിടന്നിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കി. ആ രാമൻ ബ്രോ, ഇതാ ഈ രാമൻ ബ്രോയാണ് ഗൈസ്. ഗൈസ്, ആ നേരത്തെ എൻ്റെ അച്ഛൻ വിളിച്ചു, കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത് ഗൈസ്. ഗൈസ്, എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, ഇനി എന്തായാലും നമ്മളൊരു ചാനലായി വരുന്നതാണ് ഗൈസ്. ഗൈസ്, ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റാത്തതിൽ എനിക്കും വിഷമമുണ്ട് ഗൈസ്. ഗൈസ്, ആ ബ്രോ സംസാരിക്കണ വരെ ഉണ്ടായിരുന്നു ഗൈസ്, അതുപോലും കിട്ടിയില്ല ഗൈസ്. ഗൈസ്, അപ്പം എന്നെ ഒരു കിടിലം വൺ ടാപ്പൊക്കെ ഒരടിച്ചിട്ടു. രാമൻ ബ്രോയുടെ കളിയാണ് ഗൈസ്. എന്നെ 3 കളിയിട്ട് ഒരു വൺ ടാപ്പ് അടിച്ചു. ഒരേനെ 3 റൗണ്ടിൽ വൺ ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വട്ടമായി ഗൈസ്. പിന്നെ ഇപ്പോൾ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് രാമൻ ബ്രോ അടുത്ത് ആ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് ആൾ എന്നെ 2 വട്ടമായി ഹെഡ് ഷോട്ട് അടിക്കുന്നു. ആ ബ്രോനെ ഞാൻ 3-4 വട്ടം ഹെഡ് ഷോട്ട് അടിച്ചു. രാമൻ ബ്രോ പറ്റുന്ന രീതി കളിക്കുന്നുണ്ട് ബ്രോ ഗൈസ്. രാമൻ ബ്രോ ശരിക്കുള്ള രാമൻ ബ്രോയുടെ ഫോണിലല്ല, രാമൻ ബ്രോയുടെ ശരിക്കുള്ള ഫോണ് എങ്ങോട്ടോ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ഗൈസ്. രാമൻ ബ്രോ അമ്മയുടെ ഫോണിലാണ് കളിക്കുന്നത് ഗൈസ്. ഗൈസ്, ഇവിടുന്ന് ഇറങ്ങിയ പാടെ അടിച്ചോട്ടെ ഗൈസ്. നൈസ് സാധനമായിരുന്നു. കണ്ടോ ഗൈസ്, അടിച്ച് ഇത് കിട്ടില്ല അടിച്ചോട്ടായിരുന്നു ഗൈസ്.
ഗൈസ് നമുക്ക് ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്തു തന്നിരുന്നു. പിന്നെ ഗ്ലൂ വാൾ ഉണ്ടായിരുന്നില്ല, അതൊക്കെ എടുത്തു തന്നു ഗൈസ് ബ്രോ. കണ്ടോ ഗൈസ് ഗ്ലൂ വാൾ വരുന്നത്. ബ്രോ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരിന് കുറേ എന്തൊക്കെ എന്തൊക്കെ ഇതാക്കിയെന്ന് പറഞ്ഞ് ഇവരെ ഈ കളി എന്തായാലും ജയിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ ജയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ജയിക്കാം ബ്രോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിച്ചാണ് ഗൈസ്. ഗൈസ് ഞങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യും. നേരത്തെ എൻ്റെ ചേച്ചി പറഞ്ഞ പോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഗൈസ് ഇവിടെ നിന്നാണ് ഗൈസ് എനിക്ക് ലാഗൊക്കെ അടിച്ച് ഈ മെസ്സേജ് വന്ന് കയ്യട്ടി പോയി. വാട്സപ്പിൽ പോയി. അത് കളഞ്ഞ് കയറിയപ്പോഴേനും തലക്കടിച്ച് പാനിക് തന്നെ അടിച്ചു. ആ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇവിടെ നിന്ന് കളിച്ച്. ഗൈസ് എന്തായാലും ഒരു അത്യാവശ്യം നല്ല പോലെ കളിച്ചു. ഞങ്ങളും നല്ല പോലെ കളിച്ചു. അങ്ങനെ ഒരു കളി ഉണ്ടായിരുന്നു ഗൈസ്. അത്യാവശ്യം കിടിലം കളിയൊക്കെ തന്നെയായിരുന്നു ഗൈസ്. ഗൈസ് ഇവിടുന്ന് രാമൻ ബ്രോനെ അടിച്ച് 1v2 ഗൈസ്. ഓ എന്നെ പൊളിച്ചു ഗൈസ്. എന്നെ മൂന്ന് വട്ടമായി ഗൈസ് ഈ ബ്രോ അടിക്കണു. അതിനുള്ള റിവഞ്ച് ഇപ്പോൾ കൊടുക്കും ഗൈസ്. ഗൈസ് എനിക്കൊരു M80 കളിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ M80 അറ്റത്തേക്ക് ആക്കി ഒരു M80 എങ്ങനെയൊക്കെ കളിച്ച് ഗൈസ്. ഗൈസ് ഞാൻ നല്ല കിടിലായിട്ടൊരു ഹെഡ് ഷോട്ടൊക്കെ കൊടുത്തു നോക്കി ഗൈസ്. പക്ഷേ ഡാമ് പോയിട്ടുണ്ട്. പാനിക് ബ്രോൻ്റെ ചത്തില്ല ഗൈസ്. ചാടി അടിക്കാൻ നോക്കിയാണ് ഗൈസ്, കൊണ്ടില്ല ഗൈസ്. ഗൈസ് ആ ഇമോട്ടിട്ടിട്ട് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കിയാൽ കൊണ്ടില്ല ഗൈസ്. ഗൈസ് ആ ബ്രോ എൻ്റെ 4 കില്ല് കൂടുതലാണ് ആ ബ്രോയ്ക്ക്. ഗൈസിക്ക് നല്ല ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അത് കാര്യം കൊണ്ട് ഞാൻ വേഗം ചത്തുയിരുന്നു ഗൈസ്. ബാക്കിയുള്ളൊക്കെ രാമൻ ബ്രോയാണ് ഗൈസ് ഡിലേ ചെയ്തിരുന്നത്.
ഗൈസ് ഇവിടെ നിന്ന് എന്തായാലും റിവെഞ്ച് കൊടുത്തു ഗൈസ്. ഗൈസ് ഈ ഭാഗത്തു നിന്നാണ് ഒരു ഹെഡ് ഷോട്ടും കാര്യങ്ങളും കൊടുത്തത്. ഒരു കിഡിലെ ഹെഡ് ഷോട്ടും കാര്യങ്ങളും ഞാൻ കൊടുത്തു ഗൈസ്. ഗൈസ് ഡാമ ബ്രോയും പാനിക് ബ്രോയും വമ്പ ഫൈറ്റിലാണ് ഗൈസ്. ഗൈസ് ഞാൻ നല്ലൊരു ഹെഡ് ഷോട്ട് കൊടുത്ത് ബോയി അടിച്ച്. ഗൈസ് ആ ബ്രോ പറഞ്ഞ പോലെ ചെയ്തിരിക്കുന്നു ഗൈസ്. എന്നാൽ ചാനൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബാക്കി നമ്മൾ പിന്നെ കാണാം.